ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ ആദില തൗഫീഖ്. ഇനി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് നമ്മുടെ കുട്ടികളുടെ പാരന്റ്സ് ഒക്കെ വല്ലാതെ വെരി ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇസ് ഇറ്റ് നെസസറി ടു റിമൂവ് ദെയർ ഇയർ വാക്സ്? അതായത് ചെവിയുടെ ഉള്ളിലെ ചെപ്പി റിമൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന മാതാപിതാക്കളോട്. ഒരിക്കലും നിർബന്ധമല്ലാത്ത കാര്യമാണത്, ചെയ്യാനേ പാടില്ല. സത്യം പറഞ്ഞാലേ ഈ ചെവിക്കകത്ത് കാണുന്ന ഗോൾഡൻ യെല്ലോ കളർ ആയിട്ടുള്ള വാക്സി സബ്സ്റ്റൻസ് ശരിക്കും അത് നമുക്കൊരു പ്രൊട്ടക്റ്റീവ് ഒരു സെക്യൂരിറ്റി ഗാർഡിന്റെ ഒരു പ്രവർത്തനമാണ് ഈ വാക്സി സബ്സ്റ്റൻസ് ചെയ്യുന്നത്. ചെവിക്കകത്തുള്ള ഇയർ വാക്സ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതൊരു രക്ഷാ കവചമാണ്. ഇതിനകത്ത് എൻട്രി ഓഫ് ഡസ്റ്റ് പാർട്ടിക്കിൾസ്, ഡേർട്ട്, അതുപോലെ പല ബാക്ടീരിയാസ്, ഫംഗസ്, ഇതിന്റെയൊക്കെ എൻട്രി പ്രിവെന്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് നമ്മുടെ ഈ വാക്സിനുള്ളത്. അതൊരു ആന്റി ബാക്ടീരിയലും ആന്റി ഫംഗൽ ഏജന്റ് ഒക്കെ തന്നെയാണ്. സോ നമ്മൾ ഈ വാക്സിനെ റിമൂവ് ചെയ്യരുത്. എസ്പെഷ്യലി നമ്മൾ കോട്ടൺ ബഡ്സ് ഒന്നും യൂസ് ചെയ്യരുത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ കോട്ടൺ ബഡ് ചെവിക്കകത്തേക്ക് ഇടുമ്പോൾ അതിന്റെ പ്രഷർ കാരണം ഈ വാക്സ് നമ്മുടെ ഇയർ ഡ്രം, അതായത് ചെവിയുടെ അകത്തുള്ള പാടയിലേക്ക് കൂടുതലായിട്ട് അടുത്തേക്ക് ആവുന്നത് മൂലം അത് ബ്രേക്ക് ആവാനുള്ള സാധ്യത. നമുക്കറിയാം ഈ ഇയർ ഡ്രം എന്ന് പറഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവ് ആണ്. സോ നമ്മൾ ഈ കോട്ടൺ ബഡ് യൂസ് ചെയ്യുമ്പോൾ ചെവിയുടെ പാട പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂടുതലായിട്ട് നമ്മൾ ഉള്ളിലേക്ക് പുഷ് ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. പല രക്ഷിതാക്കൾക്കും അറിയാത്തൊരു കാര്യമാണ്, നമ്മൾ ഈ ഇയർ വാക്സ് എന്ന് പറയുന്നത് ഒരു സെൽഫ് ക്ലീനിങ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ഈ കുട്ടികളൊക്കെ ച്യൂ ചെയ്യുമ്പോൾ, ചവയ്ക്കുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, കൂട്ടുവായിടുമ്പോൾ, യോൺ ചെയ്യുമ്പോൾ ഒക്കെ ഈ വാക്സ് എന്ന് പറയുന്ന സബ്സ്റ്റൻസ് സെൽഫായിട്ട് ക്ലീൻ ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് അതിനെ എപ്പോഴും ഉള്ളിലെ ബഡ്സ് വന്നിട്ട് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടാമതായിട്ട് നമുക്ക് ചെവി ക്ലീൻ ചെയ്യണോ എന്ന് ചോദിക്കുന്ന പാരന്റ്സിന്റെ അടുത്ത് ക്ലീൻ ചെയ്യുക ഔട്ടർ പാർട്ട് ഓഫ് ദി ഇയർ, പുറമേ കാണുന്ന ഭാഗം മാത്രം നമ്മൾ ക്ലീൻ ചെയ്യാം. അപ്പോഴാണ് ഈ ചെവി ക്ലീൻ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ വാക്സ് കാരണം നമുക്ക് ഒരു കുഞ്ഞിനൊരു ഇറിറ്റേഷൻ വരിക, പെയിന്, ഇച്ചിങ്, അതുപോലെ കേൾവി ശക്തിയൊക്കെ മാറ്റം തോന്നുന്നത് ഈ ഒരു കട്ടിയായിട്ട് ഇമ്പാക്ട് ചെയ്ത് കിടക്കുന്ന വാക്സ് മൂലമാണെന്ന് തോന്നിക്കഴിയുമ്പോൾ നമ്മൾ സെൽഫായിട്ട് ട്രീറ്റ്മെന്റ് ഒഴിവാക്കിയിട്ട് ഡോക്ടറെ കാണാൻ ശ്രമിക്കുക. ഡോക്ടർ ഈ വാക്സിന്റെ കട്ടി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലിക്വിഡ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. അതോടുകൂടി തന്നെ അത് റിമൂവ് ചെയ്യാനും ക്ലീൻ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. ഒരിക്കലും സെൽഫ് ട്രീറ്റ്മെന്റോ അതുപോലെ ഈ കോട്ടൺ ബഡ്സ് യൂസ് ചെയ്തിട്ടോ കൂടുതലായിട്ട് ഈ വാക്സിന്റെ ചെവിയുടെ ഉള്ളില് പ്രഷർ ചെയ്ത് അകത്തേക്ക് കടത്തിവിടാതിരിക്കുക. ഇത് ഒന്നുകൂടെ പറയാം, ഇതൊരു സെൽഫ് ആയിട്ടുള്ള ക്ലീനിങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ്, നമ്മുടെ ബോഡിയുടെ രക്ഷാ കവചവുമാണ്. നമസ്കാരം.